നമസ്കാരം. അങ്ങനെ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന് കർട്ടനിട്ടിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് വിജയിച്ചതെങ്കിലും അവിടെ പലരും മറന്ന ഒരു കാര്യമുണ്ട്: BJPയുടെ വളർച്ച. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ കാര്യമായൊരു ചലനവും ഉണ്ടാക്കാൻ BJPക്ക് സാധിച്ചിട്ടില്ലെന്നും അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് 8648 വോട്ടുകൾ മാത്രമാണ് നേടാനായതെന്നൊക്കെയാണ് ചിലരുടെ കരച്ചിൽ. എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ വോട്ടുകൾ BJP നേടി എന്നത് മറച്ചുവെച്ചാണ് ഇക്കൂട്ടരുടെ പ്രചാരണം. 148 വോട്ടുകൾ മാത്രമാണ് BJPക്ക് കൂടുതൽ കിട്ടിയതെങ്കിലും അതിനെ നമുക്ക് നിസ്സാരമായി കാണാനാകില്ല. എന്തെന്നാൽ കേരളം BJPക്ക് ബാലികേറാ മല എന്നാണല്ലോ ഇടതും വലതും ഒരുപോലെ പറയാറുള്ളത്. അവിടെ നിന്നാണ് ഇപ്പോൾ BJP ഒരു MPയെയും MLAയെയും വോട്ട് വിഹിതം വരെ കൂട്ടുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ BJPയുടെ ഈ വളർച്ച നമുക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. പാർട്ടിക്ക് കൂടുതൽ വോട്ടുകൾ ലഭിച്ചത് BJP മുന്നോട്ട് വയ്ക്കുന്ന വികസന മുദ്രാവാക്യത്തെ കേരളം ഏറ്റെടുക്കാൻ തുടങ്ങിയതിന്റെ സൂചനയാണെന്നാണ് മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ BJPയുടെ പത്മജ വേണുഗോപാലിന്റെ വിലയിരുത്തൽ. LDFന്റെ വോട്ട് അൻവർ പിടിച്ചിട്ടും ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവരുടെ വോട്ട് കിട്ടിയിട്ടും ഇത്ര ഭൂരിപക്ഷമേ നേടാനായുള്ളൂ എന്നത് UDFന്റെ നാണം കെട്ട വിജയമാണെന്ന് വ്യക്തമാക്കുന്നതായും പത്മജ വേണുഗോപാൽ പറയുന്നു. കേരള രാഷ്ട്രീയത്തിലെങ്കിലും ഞങ്ങളിതാ തിരിച്ചുവരവ് നടത്തുകയാണ് എന്ന ആർപ്പ് വിളിയാണ് പ്രത്യക്ഷത്തിൽ കോൺഗ്രസ് ക്യാമ്പിലേത്. എന്നാൽ സ്വയം നടത്തുന്ന വിലയിരുത്തലിൽ VD സതീശന് കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വർഗീയ പാർട്ടികളുടെ വോട്ട് നേടിയാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം. കൂടാതെ ന്യൂനപക്ഷ വോട്ടുകളെ ഏകീകരിപ്പിക്കാനുള്ള വർഗീയ പൊടിക്കൈകളുമായി ന്യൂ ജനറേഷൻ കോൺഗ്രസ് നേതാക്കളും സജീവമായിരുന്നു അങ്ങ് നിലമ്പൂരിൽ. മുള്ള്, മുരുക്ക്, പാമ്പ്, പഴുതാര തുടങ്ങി മുഴുവൻ വോട്ടുകളും പെട്ടിയിലാക്കാൻ നോക്കിയിട്ടും UDFന്റെ ഭൂരിപക്ഷം 11,077 എന്ന സംഖ്യയിൽ ഒതുങ്ങി. കൂടാതെ PV അൻവർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ നടത്തിയ പ്രസ്താവനയുടെ സാരാംശം ഞാൻ LDFന്റെ വോട്ട് പിടിച്ച് UDFന്റെ വിജയത്തിന് വഴിയൊരുക്കി എന്നത് കൂടിയാണ്. അപ്പോൾ പല വഴിക്കുള്ള ഇത്തരം സഹായങ്ങൾ കൂടി കിട്ടിയിട്ടും ഭൂരിപക്ഷം ഇത്ര മാത്രമാണെങ്കിൽ ഈ വിജയത്തെ നാണം കെട്ട വിജയം എന്നുകൂടി പറയേണ്ടി വരും. CPIMും എല്ലാവിധ സന്നാഹങ്ങളോടും കൂടി അവരുടെ മികച്ച സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയെങ്കിലും വോട്ട് ബാങ്ക് ചോർന്നു പോയി എന്നത് ജനം ഇരു മുന്നണികളെയും മടുത്തു എന്നതിന്റെ സൂചനയാണെന്നും പത്മജ പറയുന്നു. അതേസമയം ദേശവിരുദ്ധ ശക്തികളും ജമാഅത്തെ ഇസ്ലാമി നൽകിയ വോട്ടുകൾ കൊണ്ട് മാത്രമാണ് UDF ജയിച്ചതെന്ന് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ UDFന് ലഭിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ വളരെ കുറവ് വോട്ടുകളാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടിന് പുറമെ LDFന്റെ വോട്ട് വിഭജിക്കുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ UDFന് ഈ വിജയം സാധ്യമാകില്ലായിരുന്നു. മാറാത്തത് ഇനി മാറുകയും ചെയ്യും. അഴിമതിയുടെയും രാഷ്ട്രവിരുദ്ധ ശക്തികളെ പ്രീണിപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് മാറി വികസനം ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയമാണ് ഞങ്ങൾ BJP മുന്നോട്ട് വയ്ക്കുന്നത്. ആ മാറ്റത്തിന്റെ തുടക്കമാണ് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഫലം. നിലമ്പൂരിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചത് BJPക്ക് മാത്രമാണ്. കോൺഗ്രസിന്റെയും CPMന്റെയും പ്രീണന രാഷ്ട്രീയത്തെ തുറന്നു കാട്ടാൻ സാധിച്ചതിന്റെ ഫലം കൂടിയാണിത്. വികസിത കേരളം എന്ന ലക്ഷ്യവുമായി മുന്നോട്ടു പോകാൻ ആത്മവിശ്വാസം പകരുന്ന ഫലമാണ് നിലമ്പൂരിലേതെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. എന്തായാലും കേരളത്തിലെ BJPയുടെ വളർച്ച അനുദിനം കൂടുകയാണെന്ന സത്യം ഇടതും വലതും ഒരുപോലെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത്.